അവർ തന്ന വാക്കുകൾ. ഇംഗ്ലീഷിലെ പല വാക്കുകളും എഴുത്തുകാരുടെ സംഭാവനകളാണ്. അത്തരം ചില വാക്കുകൾ പരിചയപ്പെട്ടാലോ? ബട്ടർ ഫിംഗേഴ്സ്. കയ്യിലുള്ളത് വേഗം താഴെയിടുന്ന സ്വഭാവമുള്ളയാൾ എന്നാണ് ബട്ടർ ഫിംഗേഴ്സ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. ക്രിക്കറ്റിൽ ക്യാച്ച് താഴെയിടുന്നവരെ വിശേഷിപ്പിക്കാൻ ബട്ടർ ഫിംഗേഴ്സ് എന്ന് പറയാറുണ്ട്. ഇംഗ്ലീഷ് എഴുത്തുകാരനായ ചാൾസ് ഡിക്കൻസ് 1836 എഴുതിയ ദ പിക്വിക് പേപ്പേഴ്സ് എന്ന നോവലിലാണ് ആദ്യമായി ഈ വാക്ക് ഉപയോഗിച്ചത്. വിരസത, ബോറഡി എന്നൊക്കെ അർത്ഥമുള്ള ബോർഡം എന്ന വാക്കും ആദ്യമായി ഉപയോഗിച്ചത് ഡിക്കൻസ് ആണ്. 1852 ചാൾസ് ഡിക്കൻസ് എഴുതിയ ബ്ലീക്ക് ഹൗസ് എന്ന നോവലിലെ ലേഡി ഡെഡ്ലോക്ക് എന്ന കഥാപാത്രമാണ് ഈ വാക്ക് പറഞ്ഞത്. ഫ്രീലാൻസ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചേരാതെ ആവശ്യക്കാർക്ക് താൽക്കാലികമായി ജോലി ചെയ്തു കൊടുത്ത് അതിന്റെ പ്രതിഫലം വാങ്ങുന്നതിനാണ് ഫ്രീലാൻസ് എന്ന് പറയുന്നത്. ഫ്രീലാൻസായി ജോലി ചെയ്യുന്ന പത്രപ്രവർത്തകരും എഴുത്തുകാരൊക്കെയുണ്ട്. സ്കോട്ടിഷ് നോവലിസ്റ്റും കവിയുമായ സർ വാൾട്ടർ സ്കോട്ട് 1820 എഴുതിയ ഐവൻഹോ എന്ന നോവലിലാണ് ഈ വാക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഒരു പ്രത്യേക രാജ്യത്തോടും കൂറ് പുലർത്താത്ത ഒരു കൂലിപ്പടയാളിയെ വിശേഷിപ്പിക്കാനാണ് അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചതത്രേ. ട്വിറ്റർ. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനായ ജെഫ്രി ചോസർ 1387 1400 ഇടയിൽ എഴുതിയ 24 കഥകളുടെ സമാഹാരമായ ദ കാറ്റൻബറി ടേൽസിൽ പക്ഷികളുടെ ചിലക്കൽ എന്ന അർത്ഥത്തിലാണ് ട്വിറ്റർ എന്ന വാക്ക് ഉപയോഗിച്ചത്. 2006 തുടങ്ങിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സേവനത്തിന്റെ പേരും ട്വിറ്റർ എന്നായിരുന്നു. നീല നിറത്തിലുള്ള ഒരു പക്ഷിയായിരുന്നു ഇതിന്റെ ലോഗോ. ട്വിറ്ററിൽ എഴുതുന്നതിനെ ട്വീറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരുന്നത്. 2023 ട്വിറ്റർ എക്സ് എന്ന് പേര് മാറ്റി. ഹാർഡ് ബോയിൽഡ്. നന്നായി പുഴുങ്ങി മഞ്ഞക്കരവും വെള്ളയും കട്ടിയായ മുട്ടയെ സൂചിപ്പിക്കാൻ ഹാർഡ് ബോയിൽഡ് എഗ് എന്ന് പറയാറുണ്ട്. അമേരിക്കൻ എഴുത്തുകാരനായ മാർക്ക് ട്വൈൻ 1886 തന്റെ ഒരു പ്രസംഗത്തിലാണ് ആദ്യമായി ഈ വാക്ക് ഉപയോഗിച്ചത്. വിട്ടുവീഴ്ചയില്ലാത്ത ഒരാളെ സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഇത് ഉപയോഗിച്ചത്. ലഗേജ്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് 1500-ലധികം പുതിയ വാക്കുകൾ നൽകിയ മഹാനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഷേക്സ്പിയറിന്റെ സംഭാവനയാണ് ലഗേജ് എന്ന വാക്ക്. ഹെൻറി നാലാമന്റെ ഭരണകാലത്തെക്കുറിച്ച് 1597 എഴുതിയ കിങ് ഹെൻറി IV എന്ന ചരിത്ര നാടകത്തിന്റെ 1-ാം ഭാഗത്തിലാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊരു കഥാപാത്രം കം ബ്രിങ് യുവർ ലഗേജ് നോബ്ലി ഓൺ യുവർ ബാക്ക് എന്ന് പറയുന്നുണ്ട്. യാഹൂ. ഐറിഷ് എഴുത്തുകാരനായ ജൊനാഥൻ സ്വിഫ്റ്റ് തന്റെ പ്രശസ്ത കൃതിയായ ഗളിവേഴ്സ് ട്രാവൽസിൽ ഉപയോഗിച്ച വാക്കാണ് യാഹൂ. യാത്രക്കിടയിൽ ഗളിവർ എത്തിപ്പെട്ട ഒരു നാട്ടിലെ പ്രാകൃത മനുഷ്യരായിരുന്നു യാഹൂസ്. വളരെ മുരടൻ സ്വഭാവമുള്ള മണ്ടനായ ആൾ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചത്. 1994 ജെറി യാങ്, ഡേവിഡ് ഫിലോ എന്നിവർ ചേർന്ന് തുടങ്ങിയ സെർച്ച് എഞ്ചിന്റെ പേരും യാഹൂ എന്നായിരുന്നു. 2010 പല സേവനങ്ങളും നിർത്തലാക്കിയതിനാൽ ഇന്ന് യാഹൂ ഉപയോഗിക്കുന്നവര് കുറവാണ്. ഇന്റർനാഷണൽ. ഇംഗ്ലീഷ് ചിന്തകനും നിയമജ്ഞനും എഴുത്തുകാരനുമായ ജെറമി ബെന്തമാണ് ഇന്റർനാഷണൽ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. മെറ്റവേഴ്സ്. അമേരിക്കൻ സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായ നീൽ സ്റ്റീഫൻസൺ 1992 എഴുതിയ സ്നോ ക്രാഷ് എന്ന നോവലിലാണ് മെറ്റവേഴ്സ് എന്ന വാക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. 3D, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നിവയെല്ലാം ചേർന്ന ലോകമാണ് മെറ്റവേഴ്സ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.